മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ന്യായാധിപന്മാരുടെ കാലത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ ഇസ്രായേലിനെ നയിച്ചിരുന്ന ഏലിയെയും അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി സാമുവേലിനെ തിരഞ്ഞെടുത്തതിനെയും കുറിച്ച് നമുക്ക് ഇന്ന് ചിന്തിക്കാം. ന്യായാധിപന്മാരുടെ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ പ്രധാന മതനേതാവായിരുന്നു ഏലി. എൻ്റെ ദൈവം എന്നോ ഉയർത്തപ്പെട്ടവനെന്നോ അർത്ഥം വരാവുന്ന അദ്ദേഹത്തിൻ്റെ പേര് ദൈവിക ശുശ്രൂഷയ്ക്കായി മാറ്റിവെക്കപ്പെട്ട ജീവിതത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. പുരോഹിത ശുശ്രൂഷയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ട ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു അദ്ദേഹം. ഇസ്രായേലിൻ്റെ ആരാധനാ കേന്ദ്രമായ ഷീലോയിലായിരുന്നു അദ്ദേഹം ശുശ്രൂഷ ചെയ്തിരുന്നത്. BC 12 മുതൽ 11 നൂറ്റാണ്ടുകളിലെ ധാർമ്മികവും മതപരവുമായ തകർച്ചയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഏലി ഒരു പുരോഹിതനും ന്യായാധിപനുമായിരുന്നു. ഇസ്രായേൽ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധേയനായ മറ്റൊരു വ്യക്തിയാണ് സാമുവേൽ. ന്യായാധിപന്മാരുടെ യുഗത്തിൽ നിന്ന് രാജഭരണത്തിലേക്കുള്ള മാറ്റം നടന്നത് അദ്ദേഹത്തിൻ്റെ കാലത്താണ്. ദൈവത്താൽ ശ്രവിക്കപ്പെട്ടവൻ അല്ലെങ്കിൽ ദൈവനാമം എന്നർത്ഥമുള്ള അദ്ദേഹത്തിൻ്റെ പേര് മാതാവായ ഹന്നായുടെ തീഷ്ണമായ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി അദ്ദേഹം ജനിച്ച സാഹചര്യത്തെ സൂചിപ്പിക്കുന്നു. സാമുവേൽ ജീവിച്ചിരുന്നത് എഫ്രൈംകാരുടെ ഇടയിലായിരുന്നെങ്കിലും വംശാവലി രേഖകൾ പ്രകാരം അദ്ദേഹം വിവിധ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ട ലേവി ഗോത്രത്തിൽപ്പെട്ടവനായിരുന്നു. 1 ദിനവൃത്താന്തം 6:33-38 വാക്യങ്ങൾ. ബാല്യം മുതൽക്കേ സാമുവേൽ കർത്താവിനായി സമർപ്പിക്കപ്പെടുകയും ഷീലോയിലെ ദേവാലയത്തിൽ വളരുകയും ചെയ്തു. കാലക്രമേണ പ്രവാചകൻ, ന്യായാധിപൻ, പുരോഹിതൻ എന്നീ ബഹുമുഖ ശുശ്രൂഷകൾ ഒരേ സമയം കൈകാര്യം ചെയ്ത ഒരു സവിശേഷ നേതാവായി അദ്ദേഹം ഉയർന്നു. ന്യായാധിപന്മാരിൽ അവസാനത്തെ ആളെന്ന നിലയിൽ അദ്ദേഹം ആത്മീയവും ഭരണപരവുമായ അധികാരം പ്രയോഗിക്കുകയും ദൈവത്തോടുള്ള വിശ്വസ്തതയിലും നിർമ്മലതയിലും ഇസ്രായേലിനെ നയിക്കുകയും ചെയ്തു. എൽക്കാനായിക്ക് 2 ഭാര്യമാർ ഉണ്ടായിരുന്നു, ഹന്നായും പെനിന്നായും. പെനിന്നയ്ക്ക് മക്കളുണ്ടായപ്പോൾ ഹന്നായ്ക്ക് സന്താന ഭാഗ്യം ഇല്ലായിരുന്നു. ആ കാലഘട്ടത്തിൽ വന്ധ്യത വലിയൊരു കുറവായും അപമാനമായും കരുതപ്പെട്ടിരുന്നു. 1 സാമുവേൽ 1-ാം അധ്യായം 5 മുതൽ 7 വരെ വാക്യങ്ങൾ. ഓരോ വർഷവും ബലിയർപ്പിക്കാനായി കുടുംബം ഷീലോയിലേക്ക് പോകുമ്പോൾ പെനിന്ന ഹന്നായെ പരിഹസിക്കുകയും അവളുടെ സങ്കടം വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു. എങ്കിലും ഹന്ന ദൈവത്തിൽ നിന്ന് അകന്നു പോകാതെ തൻ്റെ വേദനയിൽ അവൾ കൂടുതൽ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുകയും വിശ്വസ്തയോടെ കർത്താവിൻ്റെ കൃപ തേടുകയും ചെയ്തിരുന്നു. ദേവാലയത്തിൽ ഹന്ന അത്യധികം ഹൃദയവേദനയോടെ കരഞ്ഞുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. 1 സാമുവേൽ 1:10. ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതിന് പകരം അവൾ ഹൃദയം കൊണ്ട് നിശബ്ദമായാണ് പ്രാർത്ഥിച്ചത്. അവളുടെ അധരങ്ങൾ ചലിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ശബ്ദം പുറപ്പെടുവിച്ചിരുന്നില്ല. 1 സാമുവേൽ 1:13. ആ പ്രാർത്ഥനയിൽ അവൾ ഒരു നേർച്ച നേർന്നു. ദൈവം തനിക്കൊരു മകനെ നൽകിയാൽ അവൻ്റെ ആയുഷ്കാലം മുഴുവൻ അവനെ കർത്താവിന് പൂർണ്ണമായി സമർപ്പിക്കും. 1 സാമുവേൽ 1:11. പുരോഹിതനായ ഏലി ഹന്നായുടെ നിശബ്ദ പ്രാർത്ഥന കണ്ട് അവൾ മദ്യലഹരിയിലാണെന്ന് ആദ്യം തെറ്റിദ്ധരിച്ചു. 1 സാമുവേൽ 1:13-14 വാക്യങ്ങൾ. അക്കാലത്ത് ഇത്തരം വ്യക്തിപരമായ പ്രാർത്ഥനകൾ അസാധാരണമായിരുന്നു. അത് ആ കാലഘട്ടത്തിൻ്റെ ആത്മീയ പാപ്പരത്വത്തെ കാണിക്കുന്നു. എന്നാൽ ഹന്ന തൻ്റെ സങ്കടം വിവരിച്ചപ്പോൾ ഏലി അത് മനസ്സിലാക്കുകയും സമാധാനമായി പോവുക, ഇസ്രായേലിൻ്റെ ദൈവം നിൻ്റെ പ്രാർത്ഥന സാധിച്ചു തരട്ടെ എന്ന് പറഞ്ഞ് അവളെ അനുഗ്രഹിക്കുകയും ചെയ്തു. 1 സാമുവേൽ 1:17. ഹന്ന സമാധാനത്തോടും ദൈവത്തിലുള്ള നവ്യമായ വിശ്വാസത്തോടും കൂടി അവിടെ നിന്ന് മടങ്ങി. യഹൂദ പാരമ്പര്യം ഇതേക്കുറിച്ച് പറയുന്ന ഇപ്രകാരമാണ്. യഥാർത്ഥ പ്രാർത്ഥനയുടെ ഏറ്റവും മികച്ച ഉദാഹരണമായിട്ടാണ് റബിമാരുടെ പഠനങ്ങൾ ഹന്നായെ അവതരിപ്പിക്കുന്നത്. അവളുടെ നിശബ്ദവും ഹൃദയത്തിൽ നിന്നുള്ളതുമായ പ്രാർത്ഥനയാണ് യഹൂദ ആരാധനയിലെ പ്രധാന പ്രാർത്ഥനയായ അമിതായുടെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത്. എളിമ, ഏകാഗ്രത, ദൈവവുമായി നേരിട്ടുള്ള സംഭാഷണം എന്നിവ യഥാർത്ഥ പ്രാർത്ഥനയുടെ പ്രധാന ഗുണങ്ങളായി താൽമൂദ് എടുത്തു പറയുന്നു. അതായത് ആന്തരികവും നിഷ്കളങ്കവും വ്യക്തിപരവുമായ പ്രാർത്ഥന, തൻ്റെ ഭാവി മുഴുവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ടുള്ള അവളുടെ നേർച്ച ആഴമായ വിശ്വാസത്തിൻ്റെ അടയാളമായി കണക്കാക്കപ്പെടുന്നു. കത്തോലിക്ക ആത്മീയതയിൽ കഷ്ടപ്പാടുകൾക്കിടയിലും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും ശരണവുമാണ് ഹന്ന പ്രകടിപ്പിക്കുന്നത്. തൻ്റെ മകനെ ദൈവത്തിന് സമർപ്പിക്കുന്നതിലൂടെ സ്വന്തം ജീവിതം ദൈവത്തിന് മാറ്റിവെക്കാനുള്ള ക്രിസ്തീയ ആഹ്വാനത്തിന് അവൾ മാതൃകയാകുന്നു. റോമ 12:1. ദൈവഹിതം വിനയപൂർവ്വം സ്വീകരിച്ച പരിശുദ്ധ കന്യകാമറിയത്തിലേക്കും ഹന്ന വിരൽ ചൂണ്ടുന്നു.
ലൂക്ക 1:38. ഹന്നായുടെ പ്രാർത്ഥന സാമുവേലിൻ്റെ ജനനത്തിന് കാരണമായതുപോലെ മറിയത്തിൻ്റെ അതേ എന്ന വാക്ക് രക്ഷകനായ ഈശോയെ ലോകത്തിന് നൽകി. ഇനി സാമുവേലിൻ്റെ ജനനവും സമർപ്പണവും നോക്കാം. ഹന്നായുടെ തീഷ്ണമായ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി കർത്താവ് അവൾക്ക് ഒരു പുത്രനെ നൽകി അനുഗ്രഹിച്ചു. ഞാൻ അവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിയതാണ് എന്ന് പറഞ്ഞ് അവൾ അവന് സാമുവേൽ എന്ന് പേരിട്ടു. 1 സാമുവേൽ 1:20. അവൻ്റെ പേര് തന്നെ ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്കും മനുഷ്യൻ്റെ പ്രാർത്ഥനയിലുള്ള അവിടുത്തെ കരുതലിലും സാക്ഷ്യമായി മാറുന്നു. സാമുവേൽ ജനിച്ച ശേഷം ഹന്ന തൻ്റെ നേർച്ചയിൽ വിശ്വസ്തത പുലർത്തുന്നു. കുഞ്ഞിൻ്റെ മുലകൂടി മാറുന്നതുവരെ അവൾ കാത്തിരുന്നു. പുരാതന ഇസ്രായേലിൽ ഇത് ഏകദേശം 3 വർഷത്തോളമായിരുന്നു. അതിനുശേഷം അവനെ ശീലോവിലേക്ക് കൊണ്ടുവന്നു. അവിടെ ബലികൾ അർപ്പിച്ചുകൊണ്ട് അവൾ ഏലിയുടെ മുൻപിൽ അവനെ കർത്താവിന് സമർപ്പിച്ചു. 1 സാമുവേൽ 1:24-25 വാക്യങ്ങൾ. അവൾ ഇപ്രകാരം പ്രഖ്യാപിച്ചു: ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ആകയാൽ ഞാൻ അവനെ കർത്താവിന് സമർപ്പിച്ചിരിക്കുന്നു. ആജീവനാന്തം അവൻ കർത്താവിനുള്ളവനായിരിക്കും. 1 സാമുവേൽ 1:27-28 വാക്യങ്ങൾ. അങ്ങനെ സാമുവേലിൻ്റെ ജീവിതം പൂർണ്ണമായും ദൈവസേവനത്തിനായി പ്രതിഷ്ഠിച്ചു. യഹൂദ വീക്ഷണത്തിൽ സാമുവേലിനെ ഒരു നസീർ വ്രതക്കാരൻ തുല്യനായിട്ടാണ് കണക്കാക്കുന്നത്. ശൈശവം മുതൽ അവൻ്റെ ജീവിതകാലം മുഴുവനുമുള്ള സമർപ്പണം സാംസന്റെ സമ്പൂർണ്ണ സമർപ്പണത്തെ പ്രതിഫലിപ്പിക്കുന്നു. ന്യായാധിപന്മാർ 13:5. ഹന്ന തൻ്റെ നേർച്ച നിറവേറ്റുന്നതിലുള്ള വിശ്വസ്തതയെ റബ്ബിമാരുടെ പഠനങ്ങൾ ഊന്നിപ്പറയുന്നു. അവളെ അഖണ്ഡതയുടെയും ഭക്തിയുടെയും മാതൃകയായി അവർ അവതരിപ്പിക്കുന്നു. കുഞ്ഞിനെ ദൈവത്തിന് തിരികെ നൽകുന്ന അവളുടെ പ്രവൃത്തി എല്ലാ അനുഗ്രഹങ്ങളും ആത്യന്തികമായി കർത്താവിൻ്റേതാണെന്നും അവ അവിടുത്തെ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കണമെന്നുമുള്ള വിശ്വാസത്തെ ഉയർത്തിക്കാട്ടുന്നു. കത്തോലിക്ക ദർശനത്തിൽ ഹന്ന സാമുവേലിനെ കാഴ്ചവെക്കുന്നത് ദൈവം നൽകിയത് ദൈവത്തിന് തന്നെ തിരികെ നൽകുന്ന പ്രതിഷ്ഠയായി കണക്കാക്കുന്നു. ഇത് ക്രൈസ്തവ ദൈവവിളിയെ, പ്രത്യേകിച്ച് പൗരോഹിത്യ സമർപ്പിത ജീവിതങ്ങളെ സൂചിപ്പിക്കുന്നു. കൂടാതെ മാമോദീസായിലൂടെ കുട്ടികളെ ദൈവത്തിന് സമർപ്പിക്കുന്നതിനോടും ഇതിന് സാമ്യമുണ്ട്. അവളുടെ ഈ ത്യാഗം പിതാവായ ദൈവത്തിന് തന്നെ പൂർണ്ണമായി സമർപ്പിച്ച യേശുവിനെ മുൻകൂട്ടി കാണിക്കുന്നു. ലൂക്ക 2:49, ഫെബ്രുവരി 10:7. അങ്ങനെ സാമുവേലിൻ്റെ സമർപ്പണം ക്രിസ്തുവിൽ പൂർത്തിയായ ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഹന്നായുടെ കീർത്തനം. തൻ്റെ മകനെ കർത്താവിന് വിട്ടുകൊടുത്തതിന് ശേഷം ഹന്ന ദുഃഖമല്ല, മറിച്ച് സന്തോഷമാണ് പ്രകടിപ്പിക്കുന്നത്. അവൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇപ്രകാരം പറയുന്നു: എൻ്റെ ഹൃദയം കർത്താവിൽ ആനന്ദിക്കുന്നു, അവിടുത്തെ രക്ഷയിൽ ഞാൻ ആനന്ദിക്കുന്നു. 1 സാമുവേൽ 2:1. അവളുടെ പ്രാർത്ഥന വെറുമൊരു കൃതജ്ഞതാ പ്രകാശനം മാത്രമല്ല, അത് ദൈവത്തിൻ്റെ ശക്തിയെയും നീതിയെയും കുറിച്ചുള്ള ശക്തമായ പ്രഖ്യാപനം കൂടിയാണ്. ദൈവം മാത്രം പരിശുദ്ധനാണെന്നും അവിടുത്തെ പോലെ മറ്റാരുമില്ലെന്നും അവൾ പ്രഖ്യാപിക്കുന്നു. 1 സാമുവേൽ 2:2. ദൈവം എങ്ങനെയാണ് മാനുഷിക പ്രതീക്ഷകളെ മാറ്റിമറിക്കുന്നത് എന്ന് ഹന്നായുടെ ഗീതം കാണിച്ചു തരുന്നു. അഹങ്കാരികൾ താഴ്ത്തപ്പെടുകയും വിനീതർ ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. വീരന്മാരുടെ വില്ലുകൾ തകരുന്നു, ബലഹീനരാകട്ടെ ശക്തി പ്രാപിക്കുന്നു. 1 സാമുവേൽ 2:4. വിശന്നവർ തൃപ്തരാകുന്നു, സമ്പന്നർ ദാരിദ്ര്യം അനുഭവിക്കുന്നു. 1 സാമുവേൽ 2:5. സകലത്തിന്മേലും ദൈവത്തിനുള്ള അധികാരം അവൾ ഉറപ്പിച്ചു പറയുന്നു. കർത്താവ് ജീവൻ എടുക്കുകയും കൊടുക്കുകയും ചെയ്യുന്നു. അവിടുന്ന് പാതാളത്തിലേക്ക് ഇറക്കുകയും അവിടെ നിന്ന് കരകയറ്റുകയും ചെയ്യുന്നു. 1 സാമുവേൽ 2:6. ജീവൻ്റെ മേലും ചരിത്രത്തിന്മേലുമുള്ള ദൈവിക ശക്തിയിലുള്ള അവളുടെ ആഴമായ വിശ്വാസമാണ് ഇത് പ്രകടമാക്കുന്നത്. ഗീതം അവസാനിക്കുന്നത് ഒരു പ്രവചനത്തോടു കൂടിയാണ്. കർത്താവ് പ്രതിയോഗികളെ ഛിന്ന ഭിന്നമാക്കുന്നു, തൻ്റെ രാജാവിന് ശക്തി കൊടുക്കും, തൻ്റെ അഭിഷക്തൻ്റെ ശിരസ് ഉയർമാറാക്കും. 1 സാമുവേൽ 2:10. ഇസ്രായേലിന് രാജാവുണ്ടാകുന്നതിന് മുൻപ് തന്നെ ഇത് ഇസ്രായേലിൻ്റെ ഭാവി രാജവാഴ്ചയിലേക്കും പ്രത്യേകിച്ച് ദൈവിക പദ്ധതിയിലെ ദാവീദിൻ്റെ വംശത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. യഹൂദ വീക്ഷണത്തിൽ ഹന്നായുടെ കീർത്തനം അവളുടെ വ്യക്തിപരമായ അനുഭവത്തിനപ്പുറം ഇസ്രായേലിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള ഒരു പ്രവചന ഗീതമായിട്ടാണ് കാണുന്നത്. ഇതിലെ തൻ്റെ രാജാവ് എന്ന പരാമർശം സാവൂളിൽ തുടങ്ങി ദാവീദിലൂടെ പൂർത്തിയാക്കുന്ന വരാനിരിക്കുന്ന രാജവാഴ്ചയെ സൂചിപ്പിക്കുന്നു. ദൈവം അഹങ്കാരികളെ താഴ്ത്തുകയും വിനീതരെ ഉയർത്തുകയും ചെയ്യുന്ന അവിടുത്തെ നീതിയെ റബ്ബിമാരുടെ പഠനങ്ങൾ ഊന്നി പറയുന്നു. അതിനാൽ ഈ കീർത്തനം ഒരു വ്യക്തിഗത പ്രാർത്ഥന മാത്രമല്ല, മറിച്ച് ഒരു വചന സന്ദേശം കൂടിയാണ്. ഹന്നായുടെ കീർത്തനത്തെ കത്തോലിക്ക വീക്ഷണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൻ്റെ ഒരു മുൻനിഴലായിട്ടാണ് കാണുന്നത്. ലൂക്ക 1:46-55 വാക്യങ്ങൾ.
ഹന്നയെപ്പോലെ തന്നെ എളിയവരെ ഉയർത്തുകയും അഹങ്കാരികളെ ചിതറിക്കുകയും വിശക്കുന്നവരെ തൃപ്തരാക്കുകയും ചെയ്യുന്ന കർത്താവിനെ പരിശുദ്ധ മറിയ സ്തുതിക്കുന്നു. വിനീതരോടുള്ള ദൈവത്തിൻ്റെ കരുതൽ രക്ഷാകര ചരിത്രം വ്യക്തമാക്കുന്നുണ്ട്. അടുത്തത് അഴിമതിക്കാരായ ഏലിയുടെ പുത്രന്മാർ. സാമുവേലിൽ കണ്ട പ്രത്യാശയ്ക്ക് വിപരീതമായി അതേ ദേവാലയത്തിലെ ഗുരുതരമായ ഒരു ആത്മീയ തകർച്ച തുടർന്ന് ബൈബിൾ അവതരിപ്പിക്കുന്നു. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസും പുരോഹിതന്മാരായിരുന്നെങ്കിലും കർത്താവിനെ ഭയപ്പെടാത്ത ദുർമാർഗികളായിരുന്നു. 1 സാമുവേൽ 2:12. വിശ്വസ്തയോടെ സേവിക്കുന്നതിന് പകരം അവർ തങ്ങളുടെ ഉന്നത സ്ഥാനം വ്യക്തിപരമായ ലാഭത്തിനു വേണ്ടി ദുരുപയോഗം ചെയ്യുന്നു. ബലികളിൽ നിന്ന് തങ്ങൾക്ക് അർഹമായതിനേക്കാൾ കൂടുതൽ അവർ കൈക്കലാക്കുകയും തങ്ങൾക്ക് വേണ്ടത് നേടാൻ ജനങ്ങളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നു. 1 സാമുവേൽ 2:13 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇതിലൂടെ അവർ ആരാധനയെ സ്വാർത്ഥതയുടെയും ചൂഷണത്തിൻ്റെയും പ്രവൃത്തിയായി മാറ്റുന്നു. സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ ശുശ്രൂഷ ചെയ്തിരുന്ന സ്ത്രീകളുമായി അസന്മാർഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതോടെ അവരുടെ പാപം കൂടുതൽ ഗുരുതരമാകുന്നു. 1 സാമുവേൽ 2:22. ഇത് അവർക്ക് മാത്രമല്ല, ദൈവത്തിൻ്റെ പരിശുദ്ധ സ്ഥലത്തിനും അപമാനമുണ്ടാക്കുന്നു. ഏലി അവരുടെ പ്രവൃത്തികളെക്കുറിച്ച് അറിയുകയും അവർക്ക് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ടെങ്കിലും അവരെ തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നില്ല. 1 സാമുവേൽ 2:23-25. അവരെ തിരുത്തുന്നതിലെ അദ്ദേഹത്തിൻ്റെ പരാജയം അഴിമതി തുടരാൻ അനുവദിക്കുകയും ജനങ്ങൾക്കിടയിൽ കൂടുതൽ ആത്മീയ അധപ്പതനത്തിന് കാരണമാവുകയും ചെയ്യുന്നു. അതേസമയം സാമുവേൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നുകൊണ്ടിരുന്നു. 1 സാമുവേൽ 2:26. അഴിമതിയും വിശ്വസ്തതയും തമ്മിലുള്ള ഈ വ്യക്തമായ വ്യത്യാസം സാമുവേലിലൂടെ ദൈവം കൊണ്ടുവരാനിരിക്കുന്ന മാറ്റത്തിന് നമ്മെ ഒരുക്കുന്നു. യഹൂദ പാരമ്പര്യം നോക്കാം. പുരോഹിത സ്ഥാനം ദുരുപയോഗം ചെയ്തതിനും ദൈവ നിയമത്തെ നിന്ദിച്ചതിനും ഫോഹ്നിയും ഫിനെഹാസും റബിമാരുടെ പഠനങ്ങളിൽ ശക്തമായി അപലപിക്കപ്പെടുന്നു. ഏലി അവരെ ശിക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടത് ഒരു വലിയ പ്രശ്നമായി യഹൂദ പണ്ഡിതന്മാർ ചൂണ്ടിക്കാട്ടുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്ക്രിയത്വം അവരുടെ കുറ്റത്തിൽ പങ്കുചേരുന്നതിന് സമാനമായാണ് കണക്കാക്കപ്പെടുന്നത്. നേതാക്കൾ തങ്ങളുടെ കുടുംബങ്ങളിലും സമൂഹങ്ങളിലും തെറ്റുകൾ തിരുത്തണമെന്നും നീതി ഉയർത്തിപ്പിടിക്കണമെന്നും ഇത് പഠിപ്പിക്കുന്നു. ഈ ഭാഗം ആത്മീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വത്തെക്കുറിച്ചുള്ള ശക്തമായ മുന്നറിയിപ്പ് നൽകുന്നുവെന്നാണ് കത്തോലിക്ക വീക്ഷണം. ഏലിയുടെ പരാജയം നേതൃത്വത്തിലെ അശ്രദ്ധയെ കാണിക്കുന്നു. അധികാരത്തിലുള്ളവർ പഠിപ്പിക്കുക മാത്രമല്ല, വിശുദ്ധിയിലും സത്യസന്ധതയിലും ജീവിക്കണം. ഏലിയുടെ പുത്രന്മാരുടെ പാപങ്ങൾ മറ്റുള്ളവരിലെ പാപത്തിലേക്ക് നയിക്കുന്ന ദുർമാതൃകയെ കാണിക്കുന്നു. അടുത്തത് ഏലിയുടെ കുടുംബത്തിനെതിരെയുള്ള പ്രവചനം. ഈ ഘട്ടത്തിൽ ശിക്ഷാവിധിയുടെ സന്ദേശവുമായി ദൈവത്തിൻ്റെ ഒരു പ്രതിനിധി ഏലിയായുടെ അടുക്കൽ വരുന്നു. പുരോഹിത ശുശ്രൂഷയ്ക്കായി ദൈവം അവൻ്റെ കുടുംബത്തെ തിരഞ്ഞെടുത്തുവെന്നും തൻ്റെ ബലിപീഠത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ബഹുമതി നൽകിയെന്നും അദ്ദേഹം ഏലിയായെ ഓർമ്മിപ്പിക്കുന്നു. 1 സാമുവേൽ 2:27-28 വാക്യങ്ങൾ. എന്നാൽ ഈ പദവി ദുരുപയോഗം ചെയ്യപ്പെട്ടു. പുത്രന്മാരുടെ പാപങ്ങൾക്ക് മാത്രമല്ല, ദൈവത്തെക്കാൾ ഉപരി അവരെ പ്രതിഷ്ഠിച്ചുകൊണ്ട് അത് തുടരാൻ അനുവദിച്ചതിനും ഏലിയെ കുറ്റപ്പെടുത്തുന്നു. 1 സാമുവേൽ 2:29. ഈ സന്ദേശം വ്യക്തമായ ഒരു തത്വം പ്രഖ്യാപിക്കുന്നു. എന്നെ ആദരിക്കുന്നവനെ ഞാനും ആദരിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിക്കപ്പെടും. 1 സാമുവേൽ 2:30. ഇതിൻ്റെ ഫലമായി ഏലിയുടെ കുടുംബത്തിന് അവരുടെ പുരോഹിത പദവി നഷ്ടപ്പെട്ടു. അവൻ്റെ വംശജർ ശക്തിയോടെ തുടർന്നില്ല. പകരം തൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്ന ഒരു വിശ്വസ്തനായ പുരോഹിതനെ ദൈവം ഉയർത്തി. 1 സാമുവേൽ 2:35. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ വിശ്വസ്തത ആവശ്യപ്പെടുന്നുവെന്ന സുപ്രധാനമായ ഒരു വഴിത്തിരിവാണ് ഇത് കാണിക്കുന്നത്. മറ്റുള്ളവർ പരാജയപ്പെടുമ്പോൾ പുതിയ നേതാക്കളെ ഉയർത്താൻ സകലത്തിന്മേലും അധികാരം നിലനിർത്തുന്ന ദൈവത്തിന് കഴിയുന്നു. യഹൂദ വീക്ഷണത്തിൽ ഏലിയുടെ കുടുംബത്തിൻ്റെ പരാജയം കൂടുതൽ വിശ്വസ്തമായൊരു പുരോഹിത വംശത്തിൻ്റെ ഉദയത്തിന് കാരണമായി. ഇത് രാജഭരണകാലത്തെ സാദോക് പുരോഹിത വംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 1 രാജാക്കന്മാർ 2:27-35 വാക്യങ്ങൾ. ദൈവത്തെ സേവിക്കുക എന്നത് നീതിയോടും അനുസരണത്തോടും കൂടി ജീവിക്കേണ്ട ഒരു വലിയ പദവിയെ ആണെന്ന് റബിമാരുടെ പഠനങ്ങൾ ഊന്നിപ്പറയുന്നു. കത്തോലിക്ക വീക്ഷണം. നേതൃത്വത്തിൽ അഴിമതി ഉണ്ടാകുമ്പോൾ ദൈവം ഇടപെടുന്നു. വിശ്വസ്തനായ പുരോഹിതൻ എന്ന വാഗ്ദാനം അന്തിമമായി പൂർത്തീകരിക്കപ്പെടുന്നത് നിത്യപുരോഹിതനായ യേശു ക്രിസ്തുവിലാണ്. ഹെബ്രായർ 4:14 വാക്യം, 7:26 വാക്യം. ഇത് എല്ലാ സഭാ നേതാക്കൾക്കുമുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അധികാരം എന്നത് ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നു. തെറ്റുകൾ തിരുത്തുന്നതിൽ പരാജയപ്പെട്ടാൽ
ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അടുത്തത് സാമുവേലിൻ്റെ ദൈവവിളി. ആത്മീയ വരൾച്ചയുടെ കാലത്താണ് സാമുവേലിൻ്റെ വിളി ഉണ്ടാകുന്നത്. അക്കാലത്ത് കർത്താവിൻ്റെ അരുളപ്പാട് ചുരുക്കമായിട്ടേ ലഭിച്ചിരുന്നുള്ളൂ. ദർശനങ്ങൾ വിരളമായിരുന്നു. 1 സാമുവേൽ 3:1. ഈ ദൈവിക നിശബ്ദതയിൽ ദൈവം പുതിയ ഒന്ന് ആരംഭിക്കുന്നു. ശീലോവിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ബാലനായ സാമുവേൽ രാത്രിയിൽ തന്നെ ആരോ പേര് ചൊല്ലി വിളിക്കുന്നത് കേൾക്കുന്നു. അത് ഏലിയായാണെന്ന് കരുതി അവൻ 3 പ്രാവശ്യം അവൻ്റെ അടുത്തേക്ക് പോകുന്നു. 1 സാമുവേൽ 3:4-8 വരെ വാക്യങ്ങൾ. ഒടുവിൽ ദൈവം ബാലനെ വിളിക്കുകയാണെന്ന് ഏലി മനസ്സിലാക്കുകയും അവനോട് ഇപ്രകാരം മറുപടി പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്യുന്നു: കർത്താവെ, അരുൾ ചെയ്താലും അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു. 1 സാമുവേൽ 3:9. സാമുവേൽ പ്രത്യുത്തരിച്ചപ്പോൾ ദൈവം അവന് ഒരു കഠിന സന്ദേശം നൽകുന്നു. തുടരെയുള്ള പാപനിമിത്തം ഏലിയുടെ കുടുംബത്തിനെതിരെ ശിക്ഷാവിധി നടപ്പിലാക്കും. 1 സാമുവേൽ 3:11-14 വരെ വാക്യങ്ങൾ. ഇത് ദൈവസന്നിധിയിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു കുട്ടി എന്ന നിലയിൽ നിന്ന് ദൈവത്തിൻ്റെ പ്രവാചകൻ എന്ന നിലയിലേക്കുള്ള സാമുവേലിൻ്റെ മാറ്റത്തെ വെളിപ്പെടുത്തുന്നു. ഭയമുണ്ടായിരുന്നിട്ടും അവൻ വിശ്വസ്തയോടെ ഏലിയോട് എല്ലാം പറയുന്നു. 1 സാമുവേൽ 3:15-18 വരെ വാക്യങ്ങൾ. ഇതവൻ്റെ ധൈര്യത്തെയും അനുസരണത്തെയും കാണിക്കുന്നു. സാമുവേലിനെ ഒരു യഥാർത്ഥ പ്രവാചകനായി സ്ഥിരീകരിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നു. കർത്താവ് അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ വാക്കുകളൊന്നും വ്യർത്ഥമാക്കാൻ അവിടുന്ന് ഇടവരുത്തിയില്ല. 1 സാമുവേൽ 3:19 വാക്യം. യഹൂദ പാരമ്പര്യം. സാമുവേലിനെ മോശയ്ക്കും അഹ്റോനും ഒപ്പം ഇസ്രായേലിലെ ഏറ്റവും വലിയ നേതാക്കളിൽ ഒരാളായി യഹൂദ പാരമ്പര്യം ആദരിക്കുന്നു. സങ്കീർത്തനം 99:6 വാക്യം. ആത്മീയ അന്ധകാരത്തിൻ്റെ കാലത്തും ദൈവം സംസാരിക്കുന്നുവെന്ന് അവൻ്റെ ദൈവവിളി കാണിക്കുന്നു. പ്രവാചകൻ എന്ന നിലയിലുള്ള അവൻ്റെ പദവി ദൈവത്തിൽ നിന്ന് നേരിട്ടും വരുന്നതാണെന്ന് അംഗീകരിക്കപ്പെടുന്നു. ഇത് തൻ്റെ ജനവുമായുള്ള ദൈവത്തിൻ്റെ ആശയവിനിമയ നവീകരണത്തെ വ്യക്തമാക്കുന്നു. കത്തോലിക്ക ആത്മീയതയിൽ സാമുവേലിൻ്റെ വിളി ദൈവവിളിയുടെ ഒരു മാതൃകയാണ്. കർത്താവെ, അരുൾ ചെയ്യണമേ, അങ്ങയുടെ ദാസനിതാ ശ്രവിക്കുന്നു എന്ന അവൻ്റെ മറുപടി ഓരോ വിശ്വാസിക്കും ഉണ്ടായിരിക്കേണ്ട തുറന്ന മനസ്സും അനുസരണ മനോഭാവവും കാണിക്കുന്നു. ആത്മീയ മാർഗനിർദ്ദേശത്തിൻ്റെ പ്രാധാന്യം ഏലിയുടെ പങ്കിലൂടെ വ്യക്തമാകുന്നു. സ്വന്തം ബലഹീനതകൾക്കിടയിലും ദൈവത്തിൻ്റെ ശബ്ദം തിരിച്ചറിയാൻ അവൻ സാമുവേലിനെ സഹായിക്കുന്നു. പ്രാർത്ഥനയിലൂടെയും തിരുവചനത്തിലൂടെയും സഭയ്ക്കുള്ളിലെ മാർഗനിർദ്ദേശങ്ങളിലൂടെയുമാണ് വിവേചിച്ചറിയൽ ഡിസൈൻമെൻറ്റ് സംഭവിക്കുന്നത് എന്ന് ഇത് പഠിപ്പിക്കുന്നു. അടുത്തത് ഏലിയുടെ പതനവും ഉടമ്പടിയുടെ പേടകം നഷ്ടപ്പെടലും. ഫിലിസ്ത്യരോട് ഇസ്രായേൽ പരാജയപ്പെടുന്നു. അപ്പോൾ വിജയം ഉറപ്പാക്കുമെന്ന പ്രതീക്ഷയിൽ ഇസ്രായേലിലെ മുതിർന്നവർ ശീലോവിൽ നിന്ന് ഉടമ്പടിയുടെ പേടകം യുദ്ധകാലത്തിലേക്ക് കൊണ്ടുവരുന്നു. 1 സാമുവേൽ 4:3. അനുദപിക്കാനും ദൈവത്തിലേക്ക് തിരിയാനും ശ്രമിക്കുന്നതിന് പകരം അവർ പേടകത്തെ വെറുമൊരു ശക്തിയുടെ സ്രോതസ്സായിട്ടാണ് കാണുന്നത്. ഏലിയുടെ മക്കളായ ഹോഫ്നിയും ഫിനെഹാസും പേടകത്തോടൊപ്പം പോകുന്നത് നേതൃത്വത്തിനിടയിലുള്ള അപജയത്തെയാണ് കാണിക്കുന്നത്. ആദ്യം ഇസ്രായേലിയർക്ക് ആത്മവിശ്വാസം ലഭിക്കുകയും ഫിലിസ്തീർ ഭയപ്പെടുകയും ചെയ്യുന്നു. 1 സാമുവേൽ 4:5-7 വരെ വാക്യങ്ങൾ. എന്നാൽ ഫലം വിനാശകരമായിരുന്നു. ഇസ്രായേൽ വീണ്ടും പരാജയപ്പെട്ടു. അനേകർ കൊല്ലപ്പെട്ടു. ഉടമ്പടിയുടെ പേടകം പിടിച്ചെടുക്കപ്പെടുകയും ചെയ്തു. 1 സാമുവേൽ 4:10-11 വാക്യങ്ങൾ. ദൈവത്തെ ഉപയോഗിക്കാനോ നിയന്ത്രിക്കാനോ കഴിയില്ലെന്നും വിജയം വരുന്നത് വിശ്വസ്തതയുടെ മാത്രമാണെന്നും ഇത് കാണിക്കുന്നു. പരാജയത്തെക്കുറിച്ചും തൻ്റെ പുത്രന്മാരുടെ മരണത്തെക്കുറിച്ചും പ്രത്യേകിച്ച് പേടകം നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുമുള്ള വാർത്ത ശ്രവിക്കുമ്പോൾ ഏലി പുറകോട്ട് മറിഞ്ഞു വീണ് കഴുത്തൊടിഞ്ഞ് മരിക്കുന്നു. 1 സാമുവേൽ 4:18. അവൻ്റെ മരണം ദൈവത്തിൻ്റെ മുൻപത്തെ ശിക്ഷാവിധി നിറവേറ്റുന്നു. അതേസമയം അവൻ്റെ മരുമകൾ പ്രസവിക്കുകയും കുട്ടിക്ക് ഈഖാബോദ് എന്ന് പേരിടുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം ഇസ്രായേലിൽ നിന്ന് മഹത്വം വിട്ടുപോയി എന്നാണ്. 1 സാമുവേൽ 4:21-22 വാക്യങ്ങൾ. ദൈവസാന്നിധ്യം തങ്ങളെ വിട്ടുപോയി എന്ന് വിശ്വസിച്ച ജനങ്ങളുടെ ആഴമായ നഷ്ടബോധത്തെയാണ് ഇത് പ്രകടിപ്പിക്കുന്നത്. പേടകം പിടിച്ചെടുക്കപ്പെട്ടത് ഇസ്രായേലിൻ്റെ ആഴമായ ആത്മീയ പരാജയമായാണ് യഹൂദ വീക്ഷണം അവതരിപ്പിക്കുന്നത്. ജനങ്ങൾ പേടകത്തെ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായി കാണുന്നതിന് പകരം വിജയത്തിനായുള്ള ഒരു അത്ഭുത വസ്തുവായിട്ടാണ് കണക്കാക്കിയത്. ദൈവത്തെ നിയന്ത്രിക്കാൻ കഴിവില്ലെന്ന് റബിമാരുടെ പഠനങ്ങൾ ഊന്നിപ്പറയുന്നു. അവിടുത്തെ സാന്നിധ്യം
വിശ്വസ്തതയാണ്, അല്ലാതെ വസ്തുക്കളെയല്ല ആശ്രയിച്ചിരിക്കുന്നത്. യഥാർത്ഥ അനുസരണവും ഭക്തിയും ഇല്ലാത്തപ്പോൾ വിശുദ്ധമായ കാര്യങ്ങൾ പോലും അർത്ഥശൂന്യമാകുമെന്ന് ഈ സംഭവം മുന്നറിയിപ്പ് നൽകുന്നു. യഥാർത്ഥ വിശ്വാസമില്ലാതെ വിശുദ്ധ കാര്യങ്ങളെ കേവലം ആചാരങ്ങളായി കാണുന്നതിനെതിരെ ഈ സംഭവം കത്തോലിക്ക വീക്ഷണത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. പേടകത്തെ മാന്ത്രിക ശക്തിയുള്ള വസ്തുവായി അത് ദുരുപയോഗം ചെയ്യപ്പെട്ടു. അതുപോലെ തന്നെ വിശ്വാസവും മാനസാന്തരവും കൂടാതെ ക്രൈസ്തവർ കൂദാശകളെ സമീപിക്കരുത്. യഥാർത്ഥ വിശ്വാസത്തിന് അനുസരണവും വിനയവും ദൈവത്തിലുള്ള ശരണവും ആവശ്യമാണ്. അടുത്തത് പേടകം ഫിലിസ്ത്യരുടെ ഇടയിൽ. പേടകം പിടിച്ചെടുത്ത ശേഷം ഇസ്രായേലിൻ്റെ ദൈവത്തെ തങ്ങൾ പരാജയപ്പെടുത്തിയെന്ന് കരുതി ഫിലിസ്ത്യർ അത് അസ്തോദിലെ തങ്ങളുടെ ദേവനായ ദാഗോൻ്റെ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ അടുത്ത ദിവസം രാവിലെ പേടകത്തിന് മുമ്പിൽ ദാഗോൻ കമിഴ്ന്ന് വീണ് കിടക്കുന്നതായി അവർ കാണുന്നു. 1 സാമുവേൽ 5:3. അവർ അതിനെ വീണ്ടും നിവർത്തി വെച്ചെങ്കിലും അത് വീണ്ടും വീഴുന്നു. ഇത്തവണ തലയും കൈകളും മറ്റുപോയ നിലയിൽ അത് തകർക്കപ്പെടുന്നു. 1 സാമുവേൽ 5:4. സത്യദൈവത്തിന് മുൻപിൽ വ്യാജദേവൻ്റെ പരാജയമാണ് ഇത് കാണിക്കുന്നത്. വിജയം നൽകുന്നതിന് പകരം പേടകം ഫിലിസ്ത്യർക്ക് കഷ്ടതകളാണ് കൊണ്ടുവരുന്നത്. കർത്താവ് ജനങ്ങളെ അർബുദം കൊണ്ട് പ്രഹരിക്കുന്നു. നഗരങ്ങളിൽ ഉടനീളം ഭീതി പടരുന്നു. 1 സാമുവേൽ 5:6. അവർ പേടകത്തെ അസ്തോദിൽ നിന്നും ഗത്തിലേക്കും പിന്നീട് എക്രോണിലേക്കും മാറ്റുന്നു. എന്നാൽ പോകുന്നിടത്തെല്ലാം അത് കഷ്ടപ്പാടും മരണവുമാണ് വിതയ്ക്കുന്നത്. 1 സാമുവേൽ 5-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങൾ. വിജയത്തിൻ്റെ അടയാളമെന്ന് അവർ കരുതിയത് ഭയത്തിൻ്റെ ഉറവിടമായി മാറുന്നു. ഇസ്രായേലിൻ്റെ ദൈവത്തെ മാനുഷിക ശക്തിയാൽ നിയന്ത്രിക്കാനോ തോൽപ്പിക്കാനോ കഴിയില്ലെന്ന് ഇത് വ്യക്തമാക്കുന്നു. യഹൂദ വീക്ഷണത്തിൽ ഇസ്രായേലിൻ്റെ ദൈവം എല്ലാ വിജാതീയ ദേവീദേവന്മാരെക്കാളും വലിയവനാണെന്ന് ഈ സംഭവം വ്യക്തമായി കാണിക്കുന്നു. സത്യദൈവത്തിന് മുൻപിൽ വിഗ്രഹങ്ങൾക്ക് ശക്തിയില്ലെന്ന് ദാഗോൻ്റെ പതനം തെളിയിക്കുന്നു. യെശയ്യാ 45:5. ഇസ്രായേലിന് പുറത്തും ദൈവം പരമാധികാരിയായും സജീവമായും തുടരുന്നുവെന്ന് റബിമാരുടെ പഠനങ്ങൾ ഊന്നി പറയുന്നുണ്ട്. കത്തോലിക്ക വീക്ഷണം ദൈവം പരിശുദ്ധനാണ്, അവിടുത്തെ നിയന്ത്രിക്കാൻ മനുഷ്യൻ പ്രാപ്തനല്ല. പേടകം അവിടുത്തെ സാന്നിധ്യത്തെ കാണിക്കുന്നു. വ്യാജദേവന്മാർ ശക്തിയില്ലാത്തവരാണെന്ന് ദാഗോൻ്റെ പതനം തെളിയിക്കുന്നു. തന്നെ ബഹുമാനിക്കുന്നവർക്ക് ദൈവം അനുഗ്രഹവും നിരസിക്കുന്നവർക്ക് ശിക്ഷാവിധിയും നൽകുന്നു. സകലത്തിന്മേലും അധികാരമുള്ള ക്രിസ്തുവിലേക്കാണ് പേടകം വിരൽ ചൂണ്ടുന്നത്. വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ആരാധിക്കാൻ അത് നമ്മെ ആഹ്വാനം ചെയ്യുന്നു. അടുത്തത് പേടകത്തിൻ്റെ തിരിച്ചുവരവ്. മാസങ്ങളോളം കഷ്ടത അനുഭവിച്ച ശേഷം തങ്ങളുടെ ദുരിതങ്ങൾക്ക് കാരണം ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് ഫിലിസ്ത്യർ തിരിച്ചറിഞ്ഞു. പേടകത്തോടൊപ്പം അനുതാപത്തിൻ്റെ അടയാളമായി തങ്ങളെ ബാധിച്ച മഹാമാരികളുടെ സ്വർണ്ണ രൂപങ്ങളും കാഴ്ചകളായി തിരികെ നൽകാൻ അവർ തീരുമാനിച്ചു. 1 സാമുവേൽ 6-ാം അധ്യായം 3 മുതൽ 5 വരെ വാക്യങ്ങൾ. അവർ പേടകം ഒരു പുതിയ വണ്ടിയിൽ വെച്ച് പശുക്കളെ കൊണ്ട് വലിപ്പിച്ച് ഇസ്രായേലിലേക്ക് അയച്ചു. വഴികാട്ടിയില്ലാതെ തന്നെ പശുക്കൾ നേരെ ഇസ്രായേലിലേക്ക് പോകുമ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അവർ മനസ്സിലാക്കി. 1 സാമുവേൽ 6-ാം അധ്യായം 7 മുതൽ 12 വരെ വാക്യങ്ങൾ. പേടകം ബത്ശമേഷിൽ എത്തുമ്പോൾ ഇസ്രായേൽ ജനം സന്തോഷിക്കുകയും കൃതജ്ഞതാ ബലികൾ അർപ്പിക്കുകയും ചെയ്തു. 1 സാമുവേൽ 6-ാം അധ്യായം 13 മുതൽ 15 വരെ വാക്യങ്ങൾ. എന്നാൽ അവരിൽ ചിലർ ആദരവില്ലാതെ പേടകത്തിനുള്ളിലേക്ക് നോക്കിയതിനാൽ വധിക്കപ്പെട്ടു. അതിനാൽ അവരുടെ സന്തോഷം ഭയമായി മാറി. 1 സാമുവേൽ 6-ാം അധ്യായം 19-ാം വാക്യം. പരിശുദ്ധനായ ഈ ദൈവത്തിൻ്റെ സന്നിധി നിൽക്കാൻ ആർക്ക് കഴിയും എന്ന് ജനങ്ങൾ ചോദിച്ചു. 1 സാമുവേൽ 6:20. ഈ ഭയം കാരണം പേടകം കിര്യാത് യയാരീമിലേക്ക് മാറ്റുകയും അവിടെ ഒരു വിശുദ്ധ സ്ഥലത്ത് സൂക്ഷിക്കുകയും ചെയ്തു. 1 സാമുവേൽ 6:21. യഹൂദ പാരമ്പര്യം നോക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധിയെയും അവിടുത്തെ ഭയഭക്തിയോടെ സമീപിക്കേണ്ടതിൻ്റെ ആവശ്യകതയെയും ഈ സംഭവം എടുത്തു കാട്ടുന്നു. ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളമായ പേടകത്തെ അവിടുത്തെ കൽപ്പനകൾക്ക് അനുസൃതമായി മാത്രമേ കൈകാര്യം ചെയ്യാവൂ. സംഗീത പുസ്തകം 4-ാം അധ്യായം 15-ാം വാക്യം. ഭക്തിഹീനമായ പെരുമാറ്റത്തിനുള്ള ശിക്ഷ കാണിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധിയെ നിസ്സാരമായി കാണാൻ കഴിയില്ല എന്നാണ്. യഥാർത്ഥ ആരാധനയിൽ ദൈവഭയം അത്യന്താപേക്ഷിതമാണെന്ന് റബിമാരുടെ പഠനങ്ങൾ ഊന്നിപ്പറയുന്നു. കത്തോലിക്ക വീക്ഷണം ദൈവത്തെ സമീപിക്കുമ്പോൾ പാലിക്കേണ്ട ആദരവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ ഭാഗം പഠിപ്പിക്കുന്നു. പേടകം തൻ്റെ ജനത്തിനിടയിലുള്ള ദൈവ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു. ഇത് സഭയിൽ പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. പേടകത്തോടുള്ള ആദരവില്ലായ്മ ശിക്ഷാവിധി കൊണ്ടുവന്നതുപോലെ ക്രൈസ്തവരും
ശരിയായ ഒരുക്കത്തോടും വിശ്വാസത്തോടും കൂടി വേണം വിശുദ്ധ കുർബാന സ്വീകരിക്കുവാൻ. 1 കോറിന്തോസ് 11:27 മുതൽ 29 വരെ വാക്യങ്ങൾ. അടുത്തത് സാമുവേൽ വഴി ഇസ്രായേലിൽ ആത്മീയ നവീകരണം. ഉടമ്പടിയുടെ പേടകം വർഷങ്ങളോളം കിര്യാത് യയാരീമിൽ സൂക്ഷിച്ചതിന് ശേഷം ജനങ്ങൾ കർത്താവിലേക്ക് തിരിയാൻ തുടങ്ങി. 1 സാമുവേൽ 7:2. ഈ സമയത്ത് സാമുവേൽ ഒരു യഥാർത്ഥ ആത്മീയ നേതാവായി ഉയർന്നു വന്നു. അവൻ അവരെ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് വിളിച്ചു. നിങ്ങളെ പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിക്കുവേൻ, അവിടുത്തെ മാത്രം ആരാധിക്കുവേൻ. ഫിലിസ്ത്യരുടെ കരങ്ങളിൽ നിന്ന് അവിടുന്ന് നിങ്ങളെ രക്ഷിക്കും. 1 സാമുവേൽ 7:3. ഇത് വെറുമൊരു ബാഹ്യമായ മാറ്റമല്ല, മറിച്ച് ഹൃദയം പൂർണ്ണമായും ദൈവത്തിലേക്ക് തിരിക്കലാണ്. ജനങ്ങൾ തങ്ങളുടെ വിഗ്രഹങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് മിസ്പായിൽ ഒത്തുകൂടി. അവിടെ അവർ ഉപവസിക്കുകയും തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറയുകയും വിശ്വാസം പുതുക്കുകയും ചെയ്തു. 1 സാമുവേൽ 7:5-6 വാക്യങ്ങൾ. സാമുവേൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കർത്താവിന് ബലിയർപ്പിക്കുകയും ചെയ്തു. 1 സാമുവേൽ 7:9. ഫിലിസ്ത്യർ ആക്രമിച്ചപ്പോൾ ദൈവം ശക്തിയോടെ ഇടപെടുകയും ശത്രുക്കളെ പരിഭ്രാന്തരാക്കി ഇസ്രായേലിന് വിജയം നൽകുകയും ചെയ്തു. 1 സാമുവേൽ 7:10-11 വാക്യങ്ങൾ. സഹായത്തിൻ്റെ കല്ല് എന്നർത്ഥമുള്ള എബനേസർ എന്ന പേരിൽ സാമുവേൽ അവിടെ ഒരു സ്മാരകശില സ്ഥാപിച്ചു. ഇതുവരെയും കർത്താവ് നമ്മെ സഹായിച്ചു എന്ന് അവൻ പ്രഖ്യാപിച്ചു. 1 സാമുവേൽ 7:12. ഇതിനുശേഷം സാമുവേൽ വിശ്വസ്തയോടെ ഇസ്രായേലിനെ നയിച്ചു. അവൻ ബേഥേൽ, ഗിൽഗാൽ, മിസ്പ എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് ജനങ്ങളെ നയിക്കുകയും നീതി ഉറപ്പാക്കുകയും ചെയ്തു. 1 സാമുവേൽ 7:15-16 വാക്യങ്ങൾ. റാമായിൽ താമസിച്ച് അവൻ അവരുടെ ആത്മീയവും ദൈനംദിനവുമായ ജീവിതത്തിന് നേതൃത്വം നൽകുന്നു. ഇത് ഇസ്രായേലിൽ സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും കാലഘട്ടം കൊണ്ടുവരുന്നു. യഹൂദ വീക്ഷണത്തിൽ ഇസ്രായേലിൻ്റെ വിശ്വാസവും ഐക്യവും പുനഃസ്ഥാപിച്ച നേതാവായിട്ടാണ് സാമുവേൽ ആദരിക്കപ്പെടുന്നത്. വിഗ്രഹാരാധനയിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിച്ച് കർത്താവിനെ ആരാധിക്കുന്നതിലേക്ക് അവൻ അവരെ നയിച്ചു. ഗോത്രങ്ങളെ ഒന്നിപ്പിക്കുന്നതിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ജനമെന്ന നിലയിലുള്ള ഇസ്രായേലിൻ്റെ സ്വത്വം പുതുക്കുന്നതിലും സാമുവേൽ വഹിച്ച പങ്ക് റബിമാരുടെ പഠനങ്ങൾ എടുത്തു പറയുന്നു. കത്തോലിക്ക വീക്ഷണത്തിൽ യഥാർത്ഥ നവീകരണം ആരംഭിക്കുന്നത് അനുതാപത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും അനുസരണത്തിലൂടെയുമാണെന്ന് സാമുവേൽ പഠിപ്പിക്കുന്നു. മധ്യസ്ഥൻ എന്ന നിലയിലുള്ള അവൻ്റെ പങ്ക് ഉത്തമ മധ്യസ്ഥനായ യേശു ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഹെബ്രായർ 9:11 മുതൽ 14 വരെ വാക്യങ്ങൾ. മുൻപുണ്ടായിരുന്ന അഴിമതിക്ക് വിപരീതമായി ദൈവജനത്തെ നയിക്കുന്ന ഒരു വിശ്വസ്ത ഇടയനായി അവൻ സേവനമനുഷ്ഠിക്കുന്നു. നല്ല ഇടയനായ ഈശോയുടെ ഒരു മുൻ രൂപമാണ് അവൻ. യോഹന്നാൻ 10:11. യഥാർത്ഥ നവീകരണം വരുന്നത് മാനുഷിക ശക്തിയിലൂടെയല്ല, മറിച്ച് ദൈവകൃപയിലൂടെയാണ് എന്ന് ഇത് കാണിക്കുന്നു. ഇനി ഇതിൽ നിന്ന് ക്രൈസ്തവ ജീവിതത്തിനുള്ള പാഠങ്ങൾ നോക്കാം. 1. ശരണത്തോടെയുള്ള പ്രാർത്ഥന. എല്ലാ കഷ്ടതകളിലും നാം ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഹന്ന കാണിച്ചു തരുന്നു. യഥാർത്ഥ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് വരുന്നതും മറുപടി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തിൽ വിശ്വസിക്കുന്നതുമാണ്. ദൈവത്തിൻ്റെ സമയത്തിനായി നാം കാത്തിരിക്കുമ്പോൾ അത് നമുക്ക് ആന്തരിക സമാധാനവും കരുത്തും നൽകുന്നു. 2. നേതൃത്വത്തിലെ ഉത്തരവാദിത്വം. നേതാക്കൾ ധൈര്യത്തോടും വിശ്വസ്തയോടും കൂടി പ്രവർത്തിക്കണമെന്ന് ഏലിയുടെ പരാജയവും അവൻ്റെ പുത്രന്മാരുടെ പാപങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നു. അധികാരമെന്നത് ഉത്തരവാദിത്വവും നല്ല മാതൃകയും ആവശ്യപ്പെടുന്നു. തെറ്റുകൾ തിരുത്താനും സത്യത്തിലും വിശുദ്ധിയിലും മറ്റുള്ളവരെ നയിക്കാനും നേതാക്കൾക്ക് കഴിയണം. 3. ദൈവത്തിന് കാതോർക്കൽ. തുറന്ന ഹൃദയത്തോടെ ദൈവത്തെ ശ്രവിക്കാൻ സാമുവേൽ നമ്മെ പഠിപ്പിക്കുന്നു. പ്രാർത്ഥനയിലും തിരുവചനത്തിലും മാർഗനിർദ്ദേശങ്ങളിലും അവിടുത്തെ ശബ്ദത്തിന് നാം കാതോർക്കണം. ശ്രവിക്കുന്ന ഹൃദയം ദൈനംദിന ജീവിതത്തിൽ വിശ്വസ്തമായ അനുസരണത്തിലേക്ക് നയിക്കുന്നു. 4. വിശുദ്ധമായവയോടുള്ള ആദരം. വിശുദ്ധമായതിനെ ബഹുമാനിക്കാൻ ഉടമ്പടിയുടെ പേടകം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ദൈവത്തെ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയെ വിശ്വാസത്തോടും ഭക്തിയോടും കൂടി വേണം നാം സമീപിക്കാൻ. യഥാർത്ഥ ആരാധന എന്നത് ബാഹ്യമായ ആദരവിൽ നിന്നും ആന്തരികമായ ഭക്തിയിൽ നിന്നുമാണ് ഉണ്ടാകുന്നത്. 5. അനുതാപത്തിലൂടെയുള്ള നവീകരണം. യഥാർത്ഥ മാറ്റം ആരംഭിക്കുന്നത് പാപത്തിൽ നിന്ന് പിന്തിരിയുന്നതിലൂടെയാണ്. ഇസ്രായേലിനെ പോലെ ദൈവകൃപ സ്വീകരിക്കുന്നതിനായി നാം അനുതപിക്കുകയും ദൈവത്തിലേക്ക് മടങ്ങുകയും വേണം. സ്വന്തം ശക്തിയാലല്ല, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുമ്പോഴാണ് ശാശ്വത നവീകരണം സംഭവിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, നിശയുടെ നിശബ്ദതയിൽ അങ്ങ് സാമുവേലിനെ വിളിക്കുകയും ഒരു വിശ്വസ്തദാസനായി ഉയർത്തുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ശബ്ദം ശ്രവിക്കാൻ സന്നദ്ധമായ ഹൃദയവും
അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ട ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ. ഏലിയുടെ പരാജയങ്ങൾ ഒഴിവാക്കാനും സാമുവേലിൻ്റെ വിശ്വസ്തത സ്വീകരിക്കാനും സത്യസന്ധതയോടും ഭക്തിയോടും കൂടി ജീവിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.